കാരിയറുടെ ഗർഭധാരണം മുതലുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഡോക്ടർ രവിശങ്കറിന് മെയിൽ ചെയ്യണം കേട്ടോ. സർ. സ്കാൻ റിപ്പോർട്ട് കൂടെ അപ്ലോഡ് ചെയ്തോളൂ. ഓക്കെ സർ. സർ, ഡോക്ടർ മഹേഷ് സാർ കൊടുത്തു വിട്ടതാ. ആ ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിപ്പിച്ചത്. സുധിയെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ ഒരു വഴി കണ്ടുപിടിച്ചു. ഈ പ്രഗ്നൻസി കുട്ടികളുണ്ടാവാത്ത മറ്റു സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. സാറിന് പുണ്യം കിട്ടും സാറേ. നീയല്ലേ പറഞ്ഞത് കുറച്ചുകൂടെ മനുഷ്യത്വം വേണം ഡോക്ടർക്കെന്ന്. ഞാൻ മനുഷ്യനായതിനു ശേഷമാണ് ഡോക്ടർ ആയത്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഈ പറയുന്നതൊക്കെ നടക്കും ഡോക്ടർ? എല്ലാം നടക്കും. ദാ കാരിയറുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പെർഫെക്റ്റ് സെലക്ഷൻ. കാരിയറും ഡോണറും തമ്മിൽ നല്ല മാച്ച്. ദാ എന്താ, എന്തു പറ്റി? സർ, ഈ വിമല ഇവന്റെ സ്വന്തം സഹോദരിയാണ്. അപ്പോ സഹോദരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാല് സോ വാട്ട്? സുധീന്ദ്രന്റെ വയറ്റിൽ വളരുന്ന ഭ്രൂണം ഒരു പുരുഷന്റെ ബീജവും മറ്റൊരു സ്ത്രീയുടെ അണ്ടവും സംയോജിപ്പിച്ചുണ്ടാക്കിയതാണ്. അത് സഹോദരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല ഡോക്ടർ, ഇതെന്റെ വീട്ടുകാരൊക്കെ അറിയില്ലേ? സുധീന്ദ്ര, ഇത് നമ്മൾ 4 പേരും അല്ലാതെ മറ്റൊരാൾ അറിയാൻ പോകുന്നില്ല. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു ഡോക്ടർ. നിനക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ടോ? മറ്റാരെക്കാളും ഡോക്ടർ എനിക്ക് വിശ്വാസ. പക്ഷേ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. ഏട്ടാ, ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ വിളിച്ചത്. അതെ, എനിക്കൊരു കുഞ്ഞിനെ കിട്ടാൻ പോവാ. മഹേഷ് ഡോക്ടർ എന്നെയും ചേട്ടനെയും വിളിച്ച് കുറെ ടെസ്റ്റ് ഒക്കെ നടത്തി. ഹലോ ഏട്ടാ, ഏട്ടാ, ഏട്ടനെന്തോന്നും മിണ്ടാത്തെ? എനിക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് വിചാരിച്ചല്ല. എന്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടായിരിക്കുന്നു. അച്ഛന്റെ സ്ഥാനത്ത് ഏട്ടനേ ഉള്ളൂ. ഓപ്പറേഷന് മുമ്പ് ഏട്ടൻ ഇവിടെ എത്തണം, എന്റെ അരികിലുണ്ടാകണം. നീ സമാധാനായിട്ടിരിക്ക, ഞാൻ നിന്റെ അടുത്തുണ്ടാവും. ഏട്ടാ, ഞാനിപ്പോ എന്തു ഭാഗ്യവതിയാ. എന്റെ വയറ്റിലൊരു കുഞ്ഞ് പിറക്കാൻ പോവാ. ഈ ജീവൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒടുവിൽ എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഏട്ടന് സന്തോഷമായല്ലോ. റോയ്, നമ്മുടെ സർജറി മുഴുവൻ റെക്കോർഡ് ചെയ്യണം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെഡിക്കൽ ഹിസ്റ്ററി. ഈ ഫസ്റ്റ് കാരിയറും സെക്കൻഡ് കാരിയറും തമ്മിൽ ഇത്ര ഒരു പെർഫെക്റ്റ് മാച്ച് ആയ സ്ഥിതിക്ക് പിന്നെ മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? മഹേഷ്, നിങ്ങൾ അയച്ച റിപ്പോർട്ട് ഞാൻ കണ്ടു. വിമലയ്ക്ക് ചില ജനിതക വൈകല്യങ്ങളുണ്ട്. രണ്ടുപേരും ഒരേ ഗർഭപാത്രത്തിൽ പിറന്നവരാ. അതെ, പക്ഷേ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ട്രാൻസ്ഫർ നടന്നില്ലെങ്കിൽ ഫസ്റ്റ് കാരിയർക്കോ ഭ്രൂണത്തിനോ മരണം സംഭവിക്കാം. കാരിയറുടെ ഹെൽത്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. ആർട്ടിഫിഷ്യൽ പൊക്കിൽ കൂടി സെക്കൻഡ് കാരിയറുടെ നാഭിയുമായി ബന്ധിച്ച് കഴിഞ്ഞാൽ കേവലം 10 സെക്കൻഡിനുള്ളിൽ ഭ്രൂണത്തിൽ നിന്നുള്ള ബ്രീത്തിങ് ആരംഭിക്കും. ആ 10 സെക്കൻഡിനുള്ളിൽ ഒറിജിനൽ പൊക്കിൽ കൂടി കട്ട് ചെയ്യണം. ഇസ് ഇറ്റ് പോസിബിൾ? എന്താ, ഭയം തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങയുടെ വാക്ക് കേട്ടപ്പോ ഒന്ന് സംശയിച്ചു. ഈ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ ഫസ്റ്റ് കാരിയർ ബോധവാനാണ്. അയാൾക്ക് വേണ്ടുന്ന ആത്മവിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കണം. എന്തെങ്കിലും കൈപ്പിഴ പറ്റിയാൽ നാളെ നമ്മൾ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഒന്നും സംഭവിക്കില്ല രവി, നിന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം. കഴിവ് ദൈവത്തിൻ്റെയാണ്. ഞാനും നീയും അദ്ദേഹത്തിന്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. 24 മണിക്കൂറിനുള്ളിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കണം. അതിന് സുധീന്ദ്രന്റെ ജീവൻ എടുത്തേ മതിയാവുമെങ്കിൽ അങ്ങനെ ഒരു തെളിവും ബാക്കി വെച്ചേക്കരുത്. ഓക്കെ? നിങ്ങൾ സുധി ആംബുലൻസിലേക്ക് കയറ്റിക്കോളൂ, ഞാൻ പുറകെ കാറിൽ വരാം. ഓക്കെ സർ.
സൂക്ഷിച്ചു. കേറിക്കോളൂ. അവരെ വിടാനാ പറഞ്ഞേ. സുധി, മലവിക, ആംബുലൻസ് കയറ്റിക്കോ. ഡോക്ടർ അവനെ കൊണ്ടുപോക്കോ. പൊയ്ക്കോ ഡോക്ടറെ.
ആ ഡോക്ടർ, ഇതാണ് പ്രഭാകരൻ, വിമലയുടെ ഹസ്ബൻഡ്. നമസ്കാരം. പ്രഭാകരൻ ഹാപ്പി ആയിരിക്കും. സർജറി വളരെ സക്സസ് ആണ്. 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞിന്റെ അച്ഛനാകും. താങ്ക് യു ഡോക്ടർ. റോയ്, നീ കാണിച്ച ഈ മനസ്സുണ്ടല്ലോ, അതിന്റെ വലിപ്പം, ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ഡിയർ. നീ ശാസ്ത്രജ്ഞൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ നിന്റെ ഏറ്റവും വലിയ അംബീഷൻ സക്സസ് ആവുന്നതിന് തൊട്ട് മുമ്പ് മനുഷ്യത്വത്തിന്റെ പേരിൽ നീ പിന്മാറിയത്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു രവി, താങ്ക് യു. അമ്മേ, എൻ്റെ മോൻ. മോളെ, അമ്മേ, സുധിയേട്ടൻ. കുഞ്ഞിനെ എടുക്കടാ.